പോയിട്രി ആൻഡ് മൂവ്മെൻറ്റ് പാർട്ട് 2. നമ്മൾ രണ്ട് പോയിറ്റ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തു, റോബിൻ മോർഗൻ ആൻഡ് വെൻഡി റോസ്. സോ അപ്പോൾ നമുക്ക് അടുത്ത പോയിറ്റിലേക്ക് പോകാം. ഇനി ഒരു പോയിറ്റ് കൂടെ ഉള്ളൂ മെയിനായിട്ട്, ഒഡ്രി ലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള പോയിറ്റ്. നമ്മളുടെ ഈ ഒരു പാർട്ട് തുടങ്ങി തന്നെ അഡ്രി ലോഡിനെ പറ്റി മെൻഷൻ ചെയ്തുകൊണ്ടാണ്. ഓക്കെ, സോ അഡ്രി ലോഡ് ഫസ്റ്റ് പോയിന്റ് നമുക്ക് പഠിക്കാനുള്ള പേജ് നമ്പർ 81. ഹൂ സെഡ് ഇറ്റ് വാസ് സിമ്പിൾ. There are so many roots to the tree of anger that sometimes the branches shatter before they bear. Sitting in Nedix, the women rally before they march, discussing the problematic girls they hire to make them free. So, അപ്പം ആദ്യത്തെ ഒരു 4 ലൈൻസിൽ നിന്ന് പലതരത്തിലുള്ള വിവിഡ് ഇമേജ് ഓഫ് ഫ്യൂറി ആൻഡ് അഗ്രഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ട്രീ ആസ് എ സിമ്പിൾ ഫോർ ദി അൺകൺട്രോളബിൾ സ്പ്രെഡ് ഓഫ് ആങ്കർ. ആ ഒരു ബ്രാഞ്ചസ് ഷാറ്റർ ബിഫോർ ദ ബെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ആ ഒരു അൺകൺട്രോളബിൾ ആയിട്ടുള്ള സ്പ്രെഡിങ് ഓഫ് ആങ്കറാണ് സിംബലൈസ് ചെയ്യുന്നത്. ദ വിമൻ റാലി ബിഫോർ ദേ മാർച്ച്, ഡിസ്കസിങ് ദ പ്രോബ്ലമാറ്റിക് ഗേൾസ് ദേ ഹയർ ടു മേക്ക് ദം ഫ്രീ. അപ്പം ഒരേ സമയം ഈ സെക്കൻഡ് വേവ് ഫെമിനിസത്തിനൊക്കെ ക്രിറ്റിസൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഡ്രിലോട്. കാരണം ഈ സെക്കൻഡ് വേവ് ഫെമിനിസം ഒക്കെ ഗേൾസിൻ്റെ അല്ലെങ്കിൽ വിമൻ്റെ പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നത്. സ്റ്റിൽ ഇൻ ബിഹൈൻഡ് എന്താണ് സംഭവിക്കുന്നത്, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ മോക്കിംഗ് വിമൻ ഹൂ ആർ കംപ്ലൈനിങ് അബൌട്ട് ദെയർ എംപ്ലോയീസ്. അതായത് ഈ ഒരു പ്രിവിലേജ് വിമൻ്റെ മൂവ്മെൻ്റ് ആണല്ലോ സെക്കൻഡ് വേവ് ഫസ്റ്റ് വേവ് എന്നൊക്കെ പറഞ്ഞ്. ഒരേ സമയം അവർ വിമൻ്റെ പ്രോബ്ലംസിന് വേണ്ടി എന്താ പറയുക മൂവ്മെൻറ്റ് നയിക്കുന്നു. അതേസമയം അവർ ഒരു സെറ്റ് ഓഫ് വിമൻ, ബ്ലാക്ക് വിമനെയൊക്കെ അവരുടെ ഫ്രീഡത്തിനെ കർട്ടൽ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ പറ്റി ക്രിറ്റിസൈസ് ചെയ്യുകയാണ്. അപ്പം ആ ഒരു പോയം മുഴുവൻ ഇറ്റ് ക്യാൻ ബി റീഡ് ആസ് എ ക്രിറ്റിസൈസിങ് വിമൻ who involved in first wave and second wave, who maybe believe that they are rallying for equal rights. അതായത് ഫസ്റ്റ് വേവും സെക്കൻഡ് വേവിലുള്ളവരെല്ലാവരും വിമൻ്റെ ഈക്വൽ റൈറ്റ്സിന് വേണ്ടിയാണ് പറയുന്നു. ബട്ട് ഇൻ റിയാലിറ്റി ഡു നോട്ട് ഈവൻ നോട്ടീസ് വെൻ ദേ ആർ ബെനിഫിറ്റിംഗ് ഫ്രം ദെയർ ഒപ്രഷൻ ഓഫ് അതേഴ്സ്. ഒരേ സമയം വിമൻ്റെ ലിബറേഷന് വേണ്ടി പോകുന്നു, അതേസമയം അവരുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ അവരുടെ ചുറ്റുമുള്ള ബ്ലാക്ക് വിമൻ്റെ ഫ്രീഡത്തിനെ കർട്ടേൽ ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ഒപ്രസ് ചെയ്യാനും ശ്രമിക്കുന്നു. സോ അപ്പോൾ അതിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നതാണ് ഹൂ സെഡ് ഇറ്റ് വാസ് സിമ്പിൾ. An almost white counterman passes a waiting brother to serve them first, and the ladies neither notice nor reject the slighter pleasure of their slavery. But I, who am bound by my murder, as well as my bed, see causes in color as well as sex, and sit here wondering which me will survive all this liberation. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീക്കർ അവസാനം ഈ ഒരു ഇതിൻ്റെ തുടക്കത്തിൽ സ്പീക്കർ ഒരു വിറ്റ്നസ് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ പിന്നീട് ഒരു ഐ ഹു ആം ബൗണ്ട് ബൈ മിറർ പറയുന്ന സ്പീക്കറിനെ പറ്റി ഈ പോയം സ്പീക്കറിൻ്റെ ആ ഒരു വിറ്റ്നസ്സിൽ നിന്ന് സ്പീക്കർ ആസ് എ സബ്ജക്റ്റിലേക്ക് പോയം വളരുകയാണ്. അപ്പം സ്പീക്കർ അഡ്രിലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് വിമനാണ്. ബ്ലാക്ക് വിമൻ, സിംഗിൾ മദർ, ലെസ്ബിയൻ, അങ്ങനെ എല്ലാ രീതിയിലും ഈ സോ കോൾഡ് പ്രിവിലേജ് വിമൻ്റെ ഗ്രൂപ്പിൽ പെടാത്ത ഒരാളാണ്. സോ അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ സമയം ഈ എന്താ പറയുക, ആരുമായിട്ടാണ് കൂടുതൽ ഫെമിലറൈസ് ചെയ്യാൻ പറ്റുന്നത്, വെദർ വിത്ത് എ ബ്ലാക്ക് മാൻ ഓർ വിത്ത് എ വൈറ്റ് വിമൻ എന്നുള്ളതാണ് അവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഒരേ സമയം സ്ത്രീകളുടെ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയുള്ള മൂവ്മെൻ്റ് ആണെന്ന് പറയും, അതേസമയം ഒരു കൂട്ടം സ്ത്രീകൾ മറ്റൊരു ഗ്രൂപ്പ് ഓഫ് സ്ത്രീകളെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്യും. ആ ഒരു ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിനെ തന്നെ സെക്കൻഡ് വേവ് ഫസ്റ്റ് വേവ് ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടുള്ളൊരു പോയാണ്, നമുക്കത് വേണേൽ ഇൻഫർ ചെയ്യാം. The poem is critic of the liberation movement itself. Audre Lorde describes herself as a feminist of color and lesbian. There is so much of anger squeezed into her verse that it is said that she chokes herself on her burning fury. Who said it was fury? Who said it was simple? Depicts a scene in a fast food restaurant. ഇതിൻ്റെ ആ ഒരു പോയത്തിൻ്റെ കോണ്ടസ്റ്റും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനുമാണ്. The poem was set in a fast food restaurant. Nedix എന്ന് പറഞ്ഞ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റിൽ സെറ്റ് ചെയ്യുന്നു. Where the speaker notices a group of white women discussing the liberation of women. There is the irony in the patronizing attitude of these women of privilege towards the problematic girls. ഒരേ സമയം ലിബറേഷൻ മൂവ്മെൻറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു, അതേസമയം ഐറണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേസമയം ദേ കംപ്ലൈനിങ് അബൌട്ട് ദി ഗേൾസ്, ബ്ലാക്ക് വിമനെ പറ്റി അല്ലെങ്കിൽ ഇമിഗ്രൻ്റ് ലേബർ വിമനെ പറ്റി കംപ്ലൈൻ ചെയ്യുന്നു. This difference is not the focal point of the poem. Look at the attitude of the counterman towards these white women. He serves them a heart of another man waiting for his turn, only
only on account of the whiteness on their skin. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് മെയിലുമായിട്ടാണോ കൂടുതൽ ഇവർക്ക് ഫെമിലറൈസ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള ബ്ലാക്ക് വിമൻ്റെ ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നു. കാരണം ഇവിടെ ഒരു കൗണ്ടർമാൻ സെർവ് ചെയ്യുന്നതിൻ്റെ ഓർഡർ നമുക്കറിയാം. നമ്മൾ ഓർഡർ ചെയ്യുന്നതിൻ്റെ ഓർഡറിൽ, നമ്മളിപ്പം ഓർഡർ എടുക്കുന്നതിൻ്റെ ഓർഡറിലായിരിക്കണമല്ലോ സെർവ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഇവർക്ക് മുമ്പേ ഹെഡ് സെർവ് ചെയ്യുകയാണ്. കാരണം അതർ മാൻ വാസ് എ ബ്ലാക്ക് മാൻ. സോ അപ്പോൾ ബ്ലാക്ക് മാൻ സെർവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ വൈറ്റ് സ്കിന്നിൻ്റെ ബേസിസിൽ വിമന് സെർവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ അപ്പോൾ അവർ കുറച്ചുകൂടെ ഒരു റേഷ്യൽ സുപ്പീരിയോറിറ്റി എൻജോയ് ചെയ്യുന്നില്ലേ? ദേ എൻജോയ് ദി ബെനിഫിറ്റ്സ് ഓഫ് ദ റേഷ്യൽ സുപ്പീരിയോറിറ്റി, not the biting irony of the women on the point of taking out a demonstration against sex-based discrimination, relishing the pleasures of another kind of segregation. അപ്പോൾ ഇതിൻ്റെ ഒരു ഐറണി എന്താണെന്ന് വെച്ചാൽ സെക്സ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷനെതിരെ സംസാരിക്കുന്നു, അതിന് വേണ്ടി വോയിസ് ചെയ്യുന്നു. പക്ഷെ അതേസമയം അവർ മറ്റൊരു സെഗ്രിഗേഷൻ്റെ പ്രൊപ്പഗേറ്ററായിട്ട് മാറുകയും ചെയ്യുകയാണ്, റേഷ്യൽ സെഗ്രിഗേഷൻ്റെ. The speaker is aware of the double-edged oppression she is subjected to. So അപ്പം നമ്മളുടെ സ്പീക്കർ ഓഡ്രി ലോർഡ് അവെയർ ആണ് അവരുടെ ആ ഒരു double-edged ആയിട്ടുള്ള oppression based on her sex and color. The mirror that plainly reflects her color and the bed which symbolizes her sex. The speaker is left wondering about the outcome of demonstration of this kind. അപ്പോൾ സെക്കൻഡ് വേവ് ഫസ്റ്റ് വേവിനെ അങ്ങനെയുള്ള ഡെമോൺസ്ട്രേഷൻസ് ഔട്ട്കമ്മിനെ സസ്പെക്ട് ചെയ്യുകയാണ്. This is one of those poems which aim at limiting the whiteness of the identity generally taken to the common for all women. ആ ഒരു എസെൻഷ്യലിസ്റ്റ് ആസ്പെക്റ്റിന്, എസെൻഷ്യലിസം എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ഫീച്ചേഴ്സ് അസ്ക്രൈബ് ചെയ്യുന്ന പറയും. ആ ഒരു എസെൻഷ്യലിസ്റ്റ് ആസ്പെക്റ്റിനെ തന്നെ, അല്ലെ എല്ലാ വിമൻ്റെ ഇഷ്യൂസ് എല്ലാം കോമൺ ആണെന്ന് പറയുന്നത് അതിനെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാം. Also of significance is the cast of characters. The liberationists are white, while the nannies accompanying them are not. The counterman himself is not altogether white, while the spectator poet is a woman of color. ഇനി അഡ്രി ലോഡിനെ പറ്റി പറയാണ്. അഡ്രി ലോഡ് വാസ് ബോൺ ഓഫ്, പേജ് നമ്പർ 82 ആണ്, 82 സെക്കൻഡ് പാരഗ്രാഫ്. അഡ്രി ലോഡ് വാസ് ബോൺ ഓഫ് വെസ്റ്റ് ഇന്ത്യൻ ഇമിഗ്രൻസ് ഇൻ ന്യൂയോർക്ക് in 1934. A self-styled black lesbian, mother, warrior and poet, her life was a long battle against various forms of injustice. പലതരത്തിലുള്ള ഇൻജസ്റ്റിസിന് വേണ്ടി ഫൈറ്റ് ചെയ്തിരുന്ന ഒരു ഗ്രേറ്റ് വാരിയർ ആയിരുന്നു എന്ന് വേണേൽ പറയാം, പോയിട്ടാണ്. While her extreme radicalism brought her many enemies, her determined struggles against contemporary society's tendency to categorize women had a tremendous impact on the culture of the times. ഈ ഒരു വിമൻ്റെ കാറ്റഗറൈസേഷൻ ഉണ്ടല്ലോ, ആ ഒരു കാറ്റഗറൈസേഷനെ ഭയങ്കരമായിട്ട് എതിർത്തിരുന്നു, ബൈനറി ഒപ്പോസിഷൻസിനെയൊക്കെ എതിർത്തിരുന്നു. Right from childhood, she had an extraordinary sense for the poetic reading, and memorizing poems as something in those creations struck a chord with her. She started writing poetry at a very early age, one of her poems getting published in an accepted journal while she was still in school. There were strong reactions to her unconventional love poems. സോ അപ്പം ആ ഒരു മെയിൻ സ്ട്രീമിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള പോയിംസ് ഒന്നും ആയിരുന്നില്ലായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ പോയിംസൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഈവൻ ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ആൻ അക്സെപ്റ്റഡ് ജേർണൽ. ഹെർ മച്ചുവർ പോയട്രി വാസ് ഹൈലി പൊളിറ്റിക്കൽ ഇൻ ദ സെൻസ് that she openly fought against the generalization of white identity into common female identity. ആ ഒരു വൈറ്റ് ഐഡൻറ്റിറ്റിയാണ് സ്ത്രീ, ഫീമെയിൽ ഐഡൻറ്റിറ്റി ഈസ് ഈക്വൽ ടു വൈറ്റ് ഫീമെയിൽ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ ആ ഒരു നോഷനെ തന്നെ. കാരണം ഫീമെയിൽ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് ഫീമെയിൽ മാത്രമല്ല ഉള്ളത്, ബ്ലാക്ക് ഫീമെയിലും ഉണ്ട്. അതിനെ ജനറലൈസ് ചെയ്യുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിനെ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തിരുന്നു. Her efforts were not only for recognition of multiple groups within feminism, but for the multiplicity of identities in an individual too. അപ്പം ആ ഒരു ഫെമിനിസത്തിനകത്ത് തന്നെയുള്ള മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സിനെ അഡ്രസ്സ് ചെയ്യുന്ന, അതുപോലെ തന്നെ ഈ മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സിൽ ബിലോങ് ചെയ്യുന്ന ആളും ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആണ്. ഒരു എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ആ ഒരു ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വലിനെ മാറ്റർ ആണ് എന്നുള്ളൊരു കാര്യം അവർ പറയാൻ ശ്രമിക്കുന്നുണ്ട്. She is one of the chief proponents of the theory of difference. Of her works, the poems of anger are immensely popular. Her major works are First Cities, Cables to Rage, From a Land Where Other People Live, New York Head Shop and Museum called the Black Unicorn, The Cancer Journals. നമുക്ക് നോക്കാനുള്ളൊരു പോയം, ഒരു സാമ്പിൾ ഒരു പോയം തന്നിരിക്കുന്നത് ദിസ് ബ്രിഡ്ജ് കോൾഡ് മൈ ബാക്ക്. ഇതൊരു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയം കൂടിയാണ്. ഇത് തേർഡ് വേവ് ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ തുടക്കം ഈ പോയത്തിലൂടെയാണെന്നൊക്കെയാണ് പറയുന്നത്. സോ ദിസ് ബ്രിഡ്ജ് കോൾഡ് മൈ ബാക്ക്, പേജ് നമ്പർ 83. I have had enough
I'm sick of seeing and touching both sides of things. Sick of being the damn bridge for everybody. Nobody can talk to anybody without me, right? സോ അപ്പം പലയിടത്തും ഒരു മീഡിയേറ്റർ ആയിട്ട് നിന്ന് ഓദർ മടുത്തു. ഓദർ ഡിഡ് നോട്ട് വാണ്ട് ടു ബി എ ബ്രിഡ്ജ് എനിമോർ. I explained my mother to my father to my little sister to my brother to the white feminist to the black church folks to the ex-hippies, the ex-hippies to the black separatists to the artists to my friends' parents. Then I have got to explain myself to everybody. I do more translating than the goddamn UN. സോ അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബ്രിഡ്ജിങ്, ആ ഒരു പലപ്പോഴും പലരും തമ്മിലുള്ള ഒരു മീഡിയേറ്ററായിട്ട് ആക്ട് ചെയ്തു. ഷീ ഈസ് ടയേർഡ് ഓഫ് ആക്ടിങ് ആസ് എ മീഡിയേറ്റർ. ഷീ കണ്ടിന്യൂസ് ബീയിങ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഹർ ഫ്രണ്ട്സ്. ദേ ആർ നോട്ട് ഗോയിങ് ടു മേക്ക് ആൻ എഫേർട്ട് ടു റീച്ച് ഔട്ട് ടു റീച്ച് അതർ. അപ്പം ഇങ്ങനെ ആ ഒരു മീഡിയേറ്ററായിട്ട് ആക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവരൊരിക്കലും പരസ്പരം നേരിട്ട് സംസാരിക്കാനുള്ള ഒക്കേഷൻ ഉണ്ടാവുന്നില്ല. എപ്പോഴും ഈ ഒരു മീഡിയേറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒരിക്കലും അവർ സ്വന്തമായിട്ട് മറ്റൊരാളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ ശ്രമിക്കത്തില്ല. സോ ഫോർഗെറ്റ് ഇറ്റ്. ഐ എം സിക്ക് ഓഫ് ഇറ്റ്. ഐ എം സിക്ക് ഓഫ് ഫില്ലിങ് ഇൻ യുവർ ക്യാപ്സ്. പേജ് നമ്പർ 84. Sick of being your insurance against the isolation of your self-imposed limitations. Sick of being the crazy at your holiday dinners. Sick of being the odd one at your Sunday brunches, breakfast, lunch. Sick of being the sole black friend to 34 individual white people. സോ അപ്പം ഒരു പോയത്തിൽ മെൻഷൻ ചെയ്യുന്നത് ശരിക്കും പലപ്പോഴും പല വൈറ്റ് ഗ്രൂപ്പിനിടയിലും ഒരു സിംഗിൾ ഇൻഡിവിജ്വലായിട്ട് വരാണ്ട് അവർ തമ്മിലുള്ള എപ്പോഴും ബ്ലാക്സും വൈറ്റ്സും തമ്മിലുള്ള ആ ഒരു യൂണിയൻ കൊണ്ടുവരാനുള്ള ഒരു മീഡിയേറ്ററായിട്ട് വരുന്നുണ്ട്. ഷീ ഈസ് സിക്ക് ഓഫ് ഇറ്റ്. Her friends, the groups she mentions in the poems are groups that are supposed to have common ideals and they do not seem to understand each other. അവരൊരു പലപ്പോഴും ഇവരുടെ ചുറ്റുമുള്ളവരെ പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ദർ ഈസ് സംതിങ്, എന്തൊക്കെയോ അവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ആ ഒരു സെപ്പറേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഓഡ്രിയിലൂടെ ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ഷീ ഈസ് ടയേർഡ് ഓഫ് ഇറ്റ്. Find another connection to the rest of the world. Find something else to make you legitimate. Find some other way to be political and hip. I will not be the bridge to your womanhood, your manhood, your humanness. I'm sick of reminding you not to loss of too tight for too long. I'm sick of mediating with your worst self on behalf of your better self. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ട് ആ ഒരു സിക്നെസ് ആണ് പലപ്പോഴും ട്രാൻസ്ലേറ്ററായിട്ട് ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു സിക്നെസ്. ഐ എം സിക്ക് ഓഫ് ഹാവിങ് ടു റിമൈൻഡ് യു ടു ബ്രീത്ത് ബിഫോർ യു സഫക്കേറ്റ് യുവർ ഓൺ ഫുൾ സെൽഫ്. Forget it, stretch or drown, evolve or die. The bridge I must be is a bridge to my own power. I must translate my own fears, mediate my own weaknesses. I must be the bridge to nowhere but my true self, and then I will be useful. So അപ്പോൾ ഇത്രയും നാളും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ബ്രിഡ്ജായി. സോ നിങ്ങൾ ബ്രീത്ത് ചെയ്യണമെന്ന് വരെ ഞാൻ റിമെയിൻ ചെയ്യിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇനി നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും, നിങ്ങൾ മരിക്കുമോ, നിങ്ങൾ ഇവോൾവ് ചെയ്യുമോ, സ്ട്രെച്ച് ചെയ്യുമോ, എന്ത് വേണമെങ്കിലും ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി മറ്റാർക്കും വേണ്ടി ജീവിക്കാൻ ഞാൻ തയ്യാറല്ല. ഐ ഹാവ് ടു എക്സ്പ്രസ് മൈ ഫിയേഴ്സ്. ഐ ഹാവ് ടു മീഡിയേറ്റ് മൈ ഓൺ വീക്ക്നെസ്. സോ എൻ്റെ ട്രൂ സെൽഫ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള ലൈഫായിരിക്കും ഇനിയുടെ. സോ അപ്പം ദേ ആർ വെൽ ഓൾ അലൈക്ക് ഓക്കെ എക്സ്ക്യൂസ് മീ. അപ്പോൾ അവരിങ്ങനെ ഒരേ സമയം മറ്റൊരിലോട് റിമെയിൻ ചെയ്യാണ്. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എൻ്റെ മീഡിയേഷനിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചിട്ടുള്ള നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ സെപ്പറേറ്റ് ഐലൻഡ്സ് പോലെ ആയിരിക്കും. സോ യു ഹാവ് ടു ടേക്ക് എഫേർട്ട്. നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടി പേഴ്സണൽ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസുകളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ടി നിങ്ങൾ പേഴ്സണലി എഫേർട്ട് എടുക്കണം. ഇഫ് യു ഡു നോട്ട് ഡു ഇറ്റ് ബൈ യുവർ സെൽഫ് യു ഡു നോട്ട് ലേൺ. അപ്പോൾ നേരെ ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ നേരിട്ട് മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? യു ഡു നോട്ട് ലേൺ. നിങ്ങൾ ഒരിക്കലും പഠിക്കില്ല. The publication of this anthology in page number 85, the publication of this anthology in 1984 by Persephone Press was landmark in the history of feminism. In fact, the origin of the so-called third wave of the feminist movement can be traced back to this bridge. അപ്പോൾ ആ ഒരു തേർഡ് വേവ് തുടങ്ങുന്നത് ഈ ഒരു ആന്തോളജിയുടെ പബ്ലിക്കേഷനോട് കൂടിയാണ്. As the subtitle shows, this is a collection of writings by women of color. The intention of the editors, Cherry Morgan and Gloria and Saldo, was to counter the white woman's claims to the solidarity of sisterhood. അപ്പോൾ ഈ വൈറ്റ് വുമൺ പറയുന്ന ആ ഒരു സിസ്റ്റർഹുഡ് എന്ന് പറഞ്ഞ ഐഡിയനെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം വൈറ്റ് വുമൻ സിസ്റ്റർഹുഡ് ഇസ് പവർഫുൾ, സിസ്റ്റർഹുഡ് എന്നൊക്കെ പറയുന്നുണ്ട്. സ്റ്റിൽ
വൈറ്റ് വുമൺ അല്ല, സിസ്റ്റർഹുഡിനെ പറ്റി പറയുന്നുണ്ട്. അതേസമയം അവരുടെ കൂട്ടത്തിൽ അവർ സിസ്റ്ററിനെ പോലെ കൺസിഡർ ചെയ്യേണ്ട ബ്ലാക്ക് വിമൻ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അപ്പോൾ ആ വൈറ്റ് വിമൻ്റെ ആ ഒരു ഹിപ്പോക്രസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ഈ ഒരു ആന്തോളജിക്കകത്ത്. ഇറ്റ് വാസ് ആൻ അറ്റംപ്റ്റ് അറ്റ് നെഗോഷിയേറ്റിംഗ് എ പ്രൊമിനൻറ്റ് സ്പേസ് ഫോർ റേസ് റിലേറ്റഡ് സബ്ജക്ടിവിറ്റീസ് വിച്ച് ആർ നോട്ട് അബ്സ്ട്രാക്ട് ആൻഡ് ഡിസെമിനേറ്റഡ് ബട്ട് ലൊക്കേറ്റഡ് ഇൻ ദി ഫ്ലഷ്. What made the book so unique and even was a representation of women of color from diverse backgrounds. പല ഡൈവേഴ്സ്ഡ് ബാക്ക്ഗ്രൗണ്ട്സിലുള്ള വിമൻ്റെ, ഇതുവരെ പ്രോപ്പർ റെപ്രസെൻറ്റേഷൻ കിട്ടാത്ത വിമൻ്റെ ഒരു പ്രോപ്പർ റെപ്രസെൻറ്റേഷൻ ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള വിമൻ്റെ റെപ്രസെൻറ്റേഷൻ ഇപ്പോൾ ഇതിനകത്ത് വരുന്നുണ്ട്, ഈ കളക്ഷനകത്ത് വരുന്നുണ്ട്. ബ്ലാക്ക്, നേറ്റീവ് അമേരിക്കൻ, ഏഷ്യൻ അമേരിക്കൻ, ലാറ്റിൻ വുമൻ. ഓക്കെ. The anthology helped build coalitions of these diverse groups of women to act as a counterweight against the centrality of the privileged whites within the movement. This bridge also had a great influence on the academia because of its interlinking of race, class and gender. പല തരത്തിലെ ആളുകൾ ഇൻ്റർലിങ്ക് ചെയ്യുന്നു, പല റേസിൽപ്പെട്ട, പല ക്ലാസ്സിൽപ്പെട്ട, പല ജെൻഡേഴ്സ് എന്ന് വെച്ചാൽ ഹോമോസെക്ഷൽ, ഹെട്രോസെക്ഷൽ എല്ലാം പല ഇതിൽപ്പെട്ടവരെയും ഇത് ബ്രിഡ്ജ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻ്റർലിങ്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. The formation of such coalitions, however, did not blind these women to the difference existing within the groups as between these groups. ഇങ്ങനെയുള്ള ഒന്നിച്ചുള്ള മീഡിയേഷൻസും ഇൻ്റർലിങ്ക് കണക്ഷൻസും ഒക്കെ ഉണ്ടെങ്കിലും ഒരു ബ്ലാക്ക് വിമനെ അറിയാം ദേ ആർ ഡിഫറെൻറ്റ് ഫ്രോം എ വൈറ്റ് വിമൻ. ആ ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്നു. അതേസമയം തന്നെ ഒന്നിച്ച് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യകതയെപ്പറ്റി ഒന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.